ഇന്ന് മലയാള സിനിമ ഫഹദ് ഫാസിൽ എന്ന നടന്റെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഫഹദ് ചിത്രം ആവേശം മികച്ച അഭിപ്രായം തേടി വലിയ വിജയമായിരുന്നു. നസ്രിയ ഫഹദ് ജോഡികൾ മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടതാരങ്ങളാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇവരെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് തമിഴിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ചെയ്യാർ ബാലു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഇരുവരുടെ വിവാഹം സിനിമാ രംഗത്ത് പെട്ടെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. തമിഴ് രാജാറാണിക്ക് ശേഷം നസ്രിയയ്ക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു തമിഴിൽ. അതുകൊണ്ട് തന്നെ തമിഴിൽ അവർക്ക് നിറയെ അവസരങ്ങൾ വന്നിരുന്നു. അങ്ങനെ നസ്രിയ 2 പടത്തിന് അഡ്വാൻസ് വാങ്ങിയിരുന്നു. അത് തിരികെ കൊടുത്തു. കരിയറിലെ മികച്ച സമയമല്ലേ എന്ന് പലരും ചോദിച്ചെങ്കിലും നസ്രിയ തീരുമാനത്തിൽ ഉറച്ചു നിന്നെന്നും ചെയ്യാർ ബാലു പറയുന്നു. അതുപോലെ അടുത്തിടെ നസ്രിയ നാനിക്കൊപ്പം ചെയ്തിരുന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ പങ്കെടുത്തപ്പോൾ ഫഹദിനെ കുറിച്ച് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കവേ ഫഹദ് ഫാസിൽ അത്ഭുതം തോന്നിയ കാര്യം എന്തെന്ന് ചോദ്യം വന്നു. അത്ഭുതമല്ല, ഒരു ഘട്ടത്തിൽ ഞാൻ ഭയന്നുപോയ കാര്യമുണ്ടെന്ന് നസ്രിയ പറഞ്ഞു. ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷവും ആ കഥാപാത്രത്തിൽ നിന്ന് ഫഹദ് പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്ന് ബാത്റൂമിൽ ഫഹദ് 4-5 തവണ ദേഷ്യപ്പെടുന്ന ശബ്ദം കേട്ടു. പിന്നീട് ബെഡ്റൂമിലെ ശബ്ദം കേട്ടു. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നസ്രിയ ചോദിച്ചു. കഥാപാത്രം ആഴത്തിൽ ഉള്ളിലേക്ക് കയറിയെന്ന് ഫഹദ്. ഒരാഴ്ചയോളം ഇത് തുടർന്നു. ഇനിയും തുടർന്നാൽ നിങ്ങളെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്ന് നസ്രിയ തമാശയോടെ പറയുകയായിരുന്നു. എന്നാൽ ഇത് കേട്ട എനിക്ക് ആ നിമിഷം ആദ്യം ഓർമ്മ വന്നത് നടൻ രഘുവരനെയാണ്. കാരണം ഇങ്ങനെ കഥാപാത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സ്വഭാവം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അത് അപകടമാണ്. ഒരിക്കലും ഒരു സിനിമയിൽ വൈദികനായി അഭിനയിക്കുമായിരുന്നു രഘുവരൻ. എന്നാൽ ആ ഷൂട്ട് കഴിഞ്ഞ് രഘു ആ വേഷം ഊരി നൽകാൻ തയ്യാറായിരുന്നില്ല. അസിസ്റ്റന്റ് വസ്ത്രങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു. അതേ കോസ്റ്റ്യൂം ധരിച്ചാണ് തിരിച്ച് ചെന്നൈയിലേക്ക് രഘുവരൻ ട്രെയിനിൽ വന്നത്. ഒടുവിൽ കോസ്റ്റ്യൂം കൊറിയറായി അയക്കേണ്ടി വന്നെന്നും ചെയ്യാർ ബാലു ഓർത്തു. ഫഹദിനെയും രഘുവരനെയും താരതമ്യം ചെയ്തുള്ള ചർച്ചകൾ സിനിമ ഇതിനു മുമ്പ് പ്രേക്ഷകർക്കിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇവിടെ ഭയങ്കര കാറ്റും മഴയും തണുപ്പൊക്കെ ആണ്ട് ശബ്ദത്തിന് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒരു 5-6 പ്രാവശ്യം കാണുക.